സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധവാരത്തിൻ്റെ അതിപ്രധാന ദിവസങ്ങളോട് ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം യേശുവിൻ്റെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടാണ് ഓരോ ധ്യാനവും. അതിനാൽ ഈ മണിക്കൂറിൽ നമ്മളും ദിവ്യകാരുണ്യമായിട്ട് മാറണം. ഇതാ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. ഈ വചനത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം ഈ ശുശ്രൂഷയിലുടനീളം നമ്മളിലുണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോരുത്തരും ഈ ബലിയുടെ ചൈതന്യത്തിലേക്ക് ഈശോയെ കടന്നു വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലി ഞങ്ങളിൽ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെയുള്ള ധ്യാനത്തിലാണ്. കാരണം വിശുദ്ധ കുർബാന എന്ത് പഠിപ്പിക്കുന്നു അത് ജീവിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പഴയ നിയമം മുതൽ ബലിയർപ്പണമുണ്ട്. ബലിയർപ്പണം പഴയ നിയമം മുഴുവനും നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹം ബലിയർപ്പിക്കുന്നു, ആബേൽ ബലിയർപ്പിക്കുന്നു. ഇങ്ങനെ പഴയ നിയമം മുഴുവനും ബലിയർപ്പണമുണ്ട്. എന്താണ് ബലിയർപ്പണം? ബലിയിൽ മരണമുണ്ട്, ബലിയിൽ രക്തം ചിന്തലുണ്ട്. അപ്പോൾ നമുക്കറിയാം പഴയ നിയമത്തിലെ ബലിയിൽ ബലി വസ്തുവും ബലി അർപ്പകനും രണ്ടാണ്. ബലി മൃഗത്തിൻ്റെ വേദന ഒരിക്കലും ബലിയർപ്പകൻ്റെ വേദനയല്ല. ബലിമൃഗത്തിൻ്റെ വേദന ഒരിക്കലും ബലിയർപ്പകൻ അറിയുന്നില്ല. ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നു, ഒരു കാളയെ ബലിയർപ്പിക്കുന്നു, 2 പ്രാവിനെ ബലിയർപ്പിക്കുന്നു. നമുക്കറിയാം ബലിയിൽ സംഭവിക്കുന്നത് എന്താണ്? ബലിയിൽ സംഭവിക്കുന്നത് മരണമാണ്. ബലിയിൽ സംഭവിക്കുന്നത് മരണമാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബലിയിൽ മുറിയപ്പെടലുണ്ട്, ബലിയിൽ വേദനയുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, ഈശോയിൽ എന്താ സംഭവിക്കുന്നത്? ഈശോയെ നോക്കി സ്നാപകൻ പറഞ്ഞു, ഇതാ ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇവനെന്ന് വചനം പറയുമ്പോൾ, ആ വചനം യേശുവിൽ പൂർത്തിയാവുകയാണ്. ബലി അർപ്പകനും ബലി വസ്തുവും യേശുവിൽ ഒന്നാവുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ജീവിതം എന്നത് ബലിയുടെ ജീവിതമാണ്. വിശുദ്ധ കുർബാനയുടെ ജീവിതം എന്നത് ബലിയുടെ ജീവിതമാണ്. ഈശോ പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടി ഇരിക്കും, അതഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇല്ലാതാകൽ എല്ലാ ഇടങ്ങളിലുമുണ്ട്. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്യൂവല്, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, ഫ്യൂവൽ ഇല്ലാതാകുന്നുണ്ട്. ഇല്ലാതാകുന്നത് ഒരു എനർജിയായി രൂപാന്തരപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ബൾബ് ഇടുമ്പോൾ അവിടെ നമുക്ക് പ്രകാശം കിട്ടുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലാതാകുന്നുണ്ട്, എനർജി ഇല്ലാതാകുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു വിത്ത് മണ്ണിലേക്കിടുമ്പോൾ ആ വിത്ത് ഇല്ലാതായാലേ അത് മരമാകൂ, അത് ഫലമാകൂ. എവിടെയെല്ലാം ഫലമുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ഇല്ലാതാകലുണ്ട്. എവിടെയെല്ലാം നന്മയുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ പിന്നിൽ ഇല്ലാതാകലുണ്ട്. അപ്പോൾ ഇല്ലാതാകൽ, പ്രിയപ്പെട്ടവരെ, പരാജയമാണെന്ന് കരുതരുത്. പരാജയപ്പെട്ടതല്ല ഇല്ലാതാകൽ. ഒരാൾ വിജയിക്കുന്നവൻ മാത്രമല്ല ധീരൻ. വിജയിക്കുന്നവൻ മാത്രമല്ല ധീരൻ, പരാജയപ്പെടാനും ഒരു ധീരത വേണം, അല്ലേ? ഒരു വാള് അല്ലെങ്കിൽ ഒരു തോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ
അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആ ധീരനെ പറ്റുകയുള്ളൂ. അപ്പോൾ വിജയിക്കുന്നവൻ, ജീവിതത്തിൽ വിജയിക്കുന്നവൻ മാത്രമല്ല, ജീവിതത്തിൽ ഇല്ലാതാകുന്നവനും വിട്ടുകൊടുക്കുന്നവനും ജീവിതത്തിൽ ശൂന്യതാകുന്നവനും പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന കാര്യമുണ്ട്, ഞാൻ ആരും എന്നിൽ നിന്ന് എടുക്കുകയല്ല, ഞാൻ സ്വമനസ്സാ നൽകുകയാണ്. കണ്ടോ, ഞാൻ സ്വമനസ്സാൽ നൽകുന്നു. ഇതാർക്ക് സാധിക്കും? അവിടെയല്ല യഥാർത്ഥ ധൈര്യം, യഥാർത്ഥ ചങ്കൂറ്റം എന്നതല്ലേ. അപ്പോൾ വിജയിക്കുന്നവൻ മാത്രമല്ല ധീരൻ, മറിച്ച് വിട്ടുകൊടുക്കാൻ, ഇല്ലാതാകാൻ പഠിപ്പിക്കുന്ന, മുറിയപ്പെടാൻ പഠിപ്പിക്കുന്ന, ബലിയാകാൻ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂദാശയാണ് വിശുദ്ധ കുർബാന. ഇതാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ബലിയാകാൻ, ഈ മുറിയപ്പെടാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ബലി എല്ലായിടങ്ങളിലും ഉണ്ട്. അബ്രാഹത്തിന് ദൈവം ഒരു മകനെ കൊടുത്തു. നീണ്ട വർഷത്തെ കാത്തിരിപ്പ്, വാർദ്ധക്യത്തിൽ 100 വയസ്സിലെത്തുമ്പോൾ ദൈവം അബ്രാഹത്തിന് മകനെ കൊടുക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം പ്രിയപ്പെട്ടവരെ ഈ മകനെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മകനെ എനിക്ക് ബലിയർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലും ജീവിതത്തിലും ഈ മോറിയ മല എന്നതുണ്ട്. മോറിയ മല നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ ചങ്കിനോട് നമ്മൾ ചേർത്ത് പിടിച്ചതിനെയൊക്കെ ദൈവം ചോദിച്ചു വാങ്ങുന്ന ഇടത്തിൻ്റെ പേരാണ് മോറിയ മല. അപ്പോൾ എത്രയോ പേര് നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഒരു ബലിയർപ്പണം അവിടെയുണ്ട്, ഒരു ബലിയർപ്പണം. ഇതാ ആ ബലിയർപ്പണം നമ്മുടെ അനുദിന ജീവിതത്തിൽ. ഇപ്പോൾ ആബേല് നല്ല കാഴ്ച സമർപ്പിച്ചപ്പോൾ കായേന് ആബേലിനോട് അസൂയ തോന്നി. ആബേൽ രക്തസാക്ഷിയാവുകയാണ്. എന്തുകൊണ്ടാണ് ആബേൽ രക്തസാക്ഷിയായത്? ആബേൽ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ആബേൽ നന്മ ചെയ്തത് കൊണ്ട്. ചില നന്മയുടെ പേരിലൊക്കെ ഞാൻ ഉരുകുമ്പോൾ, ചില നന്മ ചെയ്തതിൻ്റെ പേരിൽ നീ കണക്ക് പറയരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ട് എനിക്കിതാണല്ലോ വന്നത്. പ്രിയപ്പെട്ടവരെ, ഡോണ്ട് അക്സെപ്റ്റ് എനി റിവാർഡ് ഫ്രം ദ ഹ്യൂമൻ ബീയിങ്. മനുഷ്യരിൽ നിന്ന് റിവാർഡ്, മനുഷ്യരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കരുത്. വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യമല്ലേ? വിശുദ്ധ കുർബാനയെ പഠിപ്പിക്കുന്ന നമ്മൾ ബലിയാകുന്ന ഇടങ്ങളുണ്ട്. ആബേൽ പ്രിയപ്പെട്ടവർ നല്ല കാര്യം ചെയ്തു, പക്ഷേ കായേലിന് വെറുപ്പ് തോന്നി. കായേൻ വെറുപ്പിൽ നിന്ന് ആബേലിനെ കൊല്ലുന്നു. ആബേൽ അവിടെ ബലിയാകുന്നുണ്ട്. ഇതുപോലെ എത്രയോ കുടുംബങ്ങളിൽ ബലിയാകുന്നു. നല്ലത് ചെയ്തിട്ട്, നന്മ ചെയ്തിട്ട് ആരും മനസ്സിലാക്കാതെ പോകുന്നു. ഒരു ആയുസ് മുഴുവനും കുടുംബത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ആരും മനസ്സിലാക്കാതെ പോകുന്നിടത്ത്, ആരും അംഗീകരിക്കാതെ പോകുന്നിടത്ത് അയാൾ ബലിയാകുന്നുണ്ട്. അയാൾ ചെയ്ത നന്മയൊന്നും ആരും അംഗീകരിക്കുന്നില്ല എന്ന് കരുതി ആ നന്മ ഇല്ലാതാകുന്നില്ല. അയാൾ ചെയ്ത നന്മയൊന്നും ആരും വകവയ്ക്കുന്നില്ല എന്ന് കരുതി അയാൾ ഇല്ലാതാകുന്നില്ല. അയാൾ ദൈവസന്നിധിയിൽ വലിയവനാകുന്നുണ്ട്. ഒരു പക്ഷേ ഒരുപാട് പേരുടെ ആന്തരിക ദുഃഖത്തിൻ്റെ കാരണങ്ങളിലൊന്ന് എന്താണെന്നറിയാവോ? വി ആർ എക്സ്പെക്റ്റിംഗ് ദ റിവാർഡ് ഫ്രം ദ ഹ്യൂമൻ ബീയിങ്. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത നന്മയ്ക്കെല്ലാം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് റിവാർഡ് ആഗ്രഹിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നു. ഇതല്ലേ ഒത്തിരി വേദനയ്ക്ക് കാരണം? പക്ഷേ സത്യമായിട്ടും അവിടെ ഒരു മുറിവേൽക്കലുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ, നമ്മുടെ ജീവിതം മറന്ന് അവർ നന്നാകണമെന്ന് ആഗ്രഹിച്ചവർ, എത്രയോ കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ചോ, അവർക്ക് വേണ്ടിയായിരുന്നു ജീവിതം, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയായിരുന്നു ജീവിതം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നിന്നത്, എന്നിട്ട് ഇന്ന് എനിക്കൊരു വിലയില്ല. അവിടെ ഒരു ബലിയില്ലേ? അവിടെയെല്ലാം ഒരു ദിവ്യകാരുണ്യം ഉയർത്തപ്പെടുന്നുണ്ട്, ഒരു മുറിവ് സംഭവിക്കുന്നുണ്ട്. മറിയം, നമ്മൾ ഓർത്ത് നോക്ക്, ദൈവമാതാവാണ്. മറിയം കേൾക്കുന്ന വാർത്ത എന്താ? നിൻ്റെ ഹൃദയത്തിലൂടെ വാള് കടക്കും. പിന്നെ കാൽവരിയിൽ നിൽക്കുമ്പോൾ, പിന്നെ മകൻ്റെ ചേതനയറ്റ ശരീരം മടിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ബലിയല്ല, 2 ബലിയാണ് നടക്കുന്നത്. മറിയത്തിൻ്റെ മംഗളവാർത്തയ്ക്ക് മരണം എന്ന അർത്ഥം കൂടിയുണ്ട്. അവിടെ മകൻ മാത്രമല്ല, ഈ അമ്മ കൂടി ബലിയാകുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്, സഭ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് രക്തം ചിന്തവർ മാത്രമല്ല, മറിച്ച് അജ്ഞാതെ ഒരു തുള്ളി രക്തം വീഴാതെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ, സന്യാസത്തിൻ്റെ അകത്തളങ്ങളിൽ
രക്തസാക്ഷികളാകുന്നവരുണ്ട്, ഒരു ഒരു ആയുസ് മുഴുവനും ഉരുകി ജീവിക്കുന്നവരുണ്ട്. ഓർക്കുക, ആരും അറിയപ്പെടാതെ പോകുന്ന നിൻ്റെ ആ ബലിയർപ്പണമുണ്ടല്ലോ, നിൻ്റെ മുറിയപ്പെടലുണ്ടല്ലോ, അറിയുന്നുണ്ട് ക്രിസ്തു. ഒരു ബലിയർപ്പണവും അവരറിയാതെ പോകുന്നില്ല. നിൻ്റെ ഉള്ളു നന്മ ചെയ്തിട്ട് നിൻ്റെ ഉള്ളു കലങ്ങുന്നുണ്ടെങ്കിൽ, ഒരു ആയുസ് മുഴുവനും നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ചിട്ട് നീ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ, നീ കുറ്റപ്പെടുന്നുണ്ടെങ്കിൽ, നീ കുറ്റാരോപിതനാകുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഓർക്കുക, യേശു നിന്നിൽ രൂപപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ ബലി ഒരു തെറ്റും ചെയ്യാതെ അങ്ങേയറ്റം വിശുദ്ധിയോടെ ജീവിച്ചിട്ട് നീ മുറിവേൽക്കപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ദിവ്യകാരുണ്യം രൂപപ്പെടുന്നുണ്ട്. അതിനാൽ മുറിയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ നമ്മളാരും കാണുന്നില്ലെന്നേ, നമ്മളാരും കാണുന്നില്ല. നമ്മുടെ മാതാപിതാക്കളെ എടുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എടുക്ക്. അവരെന്തോരമാണ് ഉരുകുന്നത്, അവരെന്തോരമാണ് വേദനിച്ചിട്ടുള്ളത്. നമ്മൾ ഈ രീതിയിലെത്തുവാൻ വേണ്ടി എത്രയോ മാതാപിതാക്കൾ അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം മാറ്റിവെച്ച് അവർ ഉരുകിയിട്ടുണ്ട്. അവർ ഉരുകിയതാണ്, അവർ ഇല്ലാതായതാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാഴ്വിന് കാരണമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ബലിയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊന്നും ഇല്ലാതാകുന്നില്ല. അതിനൊക്കെ ശക്തിയാകുന്നത് ഈ മുറിയപ്പെടാനുള്ള ശക്തിയാണ്. പരാതി കൂടാതെ ചിരിച്ചുകൊണ്ട് മുറിയപ്പെടാനുള്ള ശക്തി കിട്ടുന്ന വേറൊരിടമില്ല. പരാതി കൂടാതെ ചിരിച്ചുകൊണ്ട് ബലിയാകാൻ കൃപ നൽകുന്ന വേറെ ഒരിടം ലോകത്തിലില്ല. അത് വിശുദ്ധ കുർബാന മാത്രമാണ്. അത് വിശുദ്ധ കുർബാന മാത്രമാണ്. പരാതികൾ കൂടാതെ ചിരിച്ചുകൊണ്ട് ബലിയാകാൻ, മുറിയപ്പെടാൻ നമുക്ക് ശക്തി നൽകുന്ന ഒരേ ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന നമ്മിൽ വരുമ്പോൾ നമുക്ക് കൃപ കിട്ടുകയാണ്. വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് കൃപ കിട്ടുകയാണ്. നമുക്ക് മുറിയപ്പെടുവാൻ നമുക്ക് കൃപ കിട്ടുകയാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം അതാ, നമുക്ക് മുറിയപ്പെടുവാൻ ദൈവം കൃപ തരുന്നുണ്ട്, ദൈവം അനുഗ്രഹം തരുന്നുണ്ട്. ഞാൻ മുറിയപ്പെടുന്നുണ്ടോ? ഞാൻ ആയിരിക്കുന്ന കുടുംബത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ ഒരു ബലിയാകുന്നുണ്ടോ? കുടുംബം ഒരു ബലിവേദിയാണെന്ന് സഭ പറയുമ്പോൾ, ദാമ്പത്യം ഒരു ബലിവേദിയാണെന്ന് പറയുമ്പോൾ, പൗരോഹിത്യത്തിൽ ഒരു ബലിയുണ്ടെന്ന് പറയുമ്പോൾ, സമർപ്പിത ജീവിതത്തിൽ ഒരു ബലിയുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ബലിയാകുന്നുണ്ടോ? ഈ ബലിയാണ് അതുകൊണ്ടാണ് ഈ കുരിശിനാൽ ആശീർവദിക്കപ്പെടുക ഒരു ദാമ്പത്യ ജീവിതം, അല്ലേ? ഒരു സന്യാസി വ്രതമെടുക്കുമ്പോൾ അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം വരി അവൻ ബലിയായ ക്രിസ്തുവിനെയാണ് സ്വീകരിക്കുന്നത്, അവൻ ബലിയായ ക്രിസ്തുവിനെയാണ് ധരിക്കുന്നത്. അപ്പോൾ ബലിയാകുന്നതിൽ സന്തോഷം കണ്ടെത്താൻ, ബലിയാകുന്നതിൽ നന്മ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ബലിയാവുക എന്ന വലിയ ഒരു കൃപയിലേക്ക്, ബലിയാവുക എന്ന ഒരു നന്മയിലേക്ക് നമ്മൾ വരണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യം. അതിന് ശക്തി തരുന്ന ഒരേ ഒരു കൂദാശ അത് വിശുദ്ധ കുർബാനയാണ്. എനിക്കറിയാം, ഒരാൾ എല്ലാ ദിവസവും രാവിലെ 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അപ്പോൾ കുർബാനയ്ക്ക് പോയി അദ്ദേഹം കുടുംബത്തെ കഷ്ടപ്പെട്ടൊക്കെ കുടുംബത്തെ വളർത്തുന്നു. 2 മക്കളാണ്. അപ്പോൾ ഒരു മകൻ വൈദികനാകണമെന്ന് പറഞ്ഞു. ഒരെതിർപ്പും കൂടാതെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് ആ മകനെ വൈദികനാക്കി. ആ മകൻ വൈദികനായി. രണ്ടാമത് മകൾ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മകൾ സമർപ്പിതയാകണമെന്ന് പറഞ്ഞു, സമർപ്പിതയായി. പിന്നീട് ആ വ്യക്തി രോഗിയാകുന്നു. ആ വ്യക്തി രോഗത്തിലേക്ക് അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തി രോഗിയാകുന്നു. അപ്പോൾ ഒരു പക്ഷേ അങ്ങേയറ്റത്തെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നു. പരാതികളില്ല. എന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആഗ്രഹിക്കാമായിരുന്നു, മകനോട് പറയാം, നീ സെമിനാരിൽ പോയാൽ എനിക്കാരോ ഉള്ളത്, സെമിനാരിൽ നിന്ന് മകനെ വേണമെങ്കിൽ തിരിച്ചു വിളിക്കാം. പക്ഷെ അതൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം ബലിയാക്കി. ഇത്രയും കൃത്യമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാനിത് പറയാൻ കാരണം അദ്ദേഹം എൻ്റെ അപ്പനായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ, ജീവിതത്തിൽ ബലിയർപ്പണം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബലിയാവുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും
ഒരിക്കലൊരു വീട്ടിൽ പോപ്പുലേഷൻ ധ്യാനത്തിന് ചെല്ലുകയാണ്. അപ്പോൾ ഒരു വീട് സന്ദർശനമാണ്. നമ്മൾ യഥാർത്ഥ സാക്ഷ്യങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ചില കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലാണ്. ഞാൻ ചിന്തിക്കുന്നത് സഭ ഒരുപാട് വിശുദ്ധരുണ്ട്, പക്ഷേ എനിക്കെപ്പോഴുമുള്ള പരിഭവം ഈ സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ മറന്നുപോയ എത്രയോ വിശുദ്ധരുണ്ടെന്നറിയാവോ? സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ മറന്നുപോയ എത്രയോ വിശുദ്ധരുണ്ട്. അത് ഒരു വിശുദ്ധരായിട്ടൊന്നും സഭയോ മാർപ്പാവോ പ്രഖ്യാപിക്കുന്നില്ല, ബട്ട് ദേ ആർ ഹോളി. അവർ അങ്ങേയറ്റം ഒരു കലർപ്പില്ലാതെ വിശുദ്ധ കുർബാനയുടെ ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം അവൻ്റെ മഹത്വത്തിൽ പങ്കുചേരും. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പോപ്പുലേഷൻ ധ്യാനമായി. ആ വീടിൻ്റെ മുറ്റത്ത് ഒരു ചേച്ചി പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നു. എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു, വളരെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, കയറി. ചേച്ചി മാത്രമേ ഉള്ളൂ? ഇല്ലച്ചാ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ല, നമുക്ക് എൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ എന്നെ പെട്ടെന്ന് അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവരുടെ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ 18 വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീണ് നടുവ് തകർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ, ഭർത്താവ്. ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടുടനെ ഇദ്ദേഹത്തിന് കേൾക്കാം, കാണാം, സംസാരിക്കാം. കൈ അത്യാവശ്യം പൊങ്ങും. ഈ അരയ്ക്ക് കീഴ്പോട്ടാണ് ചലനമില്ലാത്തത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാനിങ്ങനെ പിടിച്ചു. കൈയൊക്കെ സ്വാഭാവികം. കയ്യിൽ പിടിച്ചു. ഞാൻ ചോദിച്ചു, ആദ്യമായിട്ട് ഞാൻ കാണുക അയാളെ. ചോദിച്ചു, ചേട്ടാ എന്തുണ്ട് വിശേഷം? നമ്മൾ മനുഷ്യൻ ചോദിക്കും. ഞാൻ കൈപ്പിടി ചോദിക്കുക. ഫസ്റ്റ് സെൻറ്റൻസ്, ഈ പിഴച്ചവൾ കാരണം ഒരു രക്ഷയുമില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണത്. പിന്നീട് ഇദ്ദേഹം സംസാരിക്കുന്നത് മുഴുവനും ഈ ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ നമ്മളവർക്ക് ആ സ്ത്രീ എൻ്റെ മുമ്പിൽ നിൽക്കുക, അവർക്ക് ഭയങ്കര ഒരു ഭാരം തോന്നുന്നുവെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചേച്ചി പോയി 2 ഗ്ലാസ് കട്ടൻ ചായ എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ എൻ്റെ കൂടെ എന്നെ വീട് കാണിക്കാൻ വന്നിരിക്കുന്നത് ആ യൂണിറ്റിലെ ഒരു സാറാണ്, റിട്ടയർഡ് സാറാണ്. അദ്ദേഹം പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഈ ചായ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഈ ചായ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ സാറിനെ കൂടി വിളിച്ചു അകത്തേക്ക്. അപ്പോൾ ഈ സാർ എന്നോട് പറഞ്ഞു, അച്ചോ, ഇത്ര വർഷം മുമ്പ് ഇദ്ദേഹം വീണു പോയതാണ്. പക്ഷേ ആ സ്ത്രീയുടെ പ്രാർത്ഥന, അവരുടെ കഷ്ടപ്പാട്, ഒരു മോള് അവൾ വിവാഹം കഴിച്ചയച്ചു നല്ല രീതിയിൽ, അത് അവർ തയ്യൽ ജോലി ചെയ്തിട്ടാണ്. അത് മാത്രമല്ലച്ചോ, മകൻ ഒരു 3 മാസം മുമ്പ് ആ മകനും ഒരു ചെറിയ ജോലിയുമായിട്ട് വിദേശത്ത് പോയി. അച്ചോ, അത്രയും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട ഈ കുടുംബത്തെ അവർ നോക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ കൂടെ വന്ന മനുഷ്യൻ ഈ കുടുംബത്തെ, ഈ സ്ത്രീയെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തളർന്നു കിടക്കുന്ന ഭർത്താവ് പറയുക, അല്ലെങ്കിലും എനിക്ക് സംശയമുണ്ട്, ഇയാളാണ് അവളുടെ 1ാമത്തെ ആൾ. ആ മനുഷ്യൻ എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞ് അവളെ വെച്ചിട്ട് പുള്ളിപ്പോയി. പക്ഷെ ധ്യാനമായതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ ആ മുറിയിൽ നിൽക്കുമ്പോൾ ഈ സ്ത്രീ അത് കഴിഞ്ഞാണ് എന്നോട് അവിടുത്തെ അച്ഛൻ പറഞ്ഞത്, നമ്മൾ കുർബാന എടുക്കുന്നതിനേക്കാൾ പവിത്രതയോടെയാണ് ആ മനുഷ്യനെ നോക്കുന്നത്. എൻ്റെ ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു സങ്കടമുണ്ട്, അച്ചോ, ഞാൻ ഈ ഭക്ഷണം കൊടുക്കാൻ, കഞ്ഞി കൊടുക്കാൻ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ ചേട്ടൻ്റെ തലയെടുത്ത് എൻ്റെ മടിയിൽ വയ്ക്കുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കെട്ടിവച്ചിരിക്കുന്ന മുടി അഴിഞ്ഞു പോകും. ഈ മുടിക്കുത്തിന് പിടിച്ച് ഇദ്ദേഹം ഈ പൊക്കാൻ പറ്റുന്ന കൈ കൊണ്ട് എന്നെ തല്ലിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഇതെങ്ങനെ ഇതിനെക്കൊണ്ട് വല്ല സ്ഥലത്ത് വിടാൻ പാടില്ലേ എന്ന് നമുക്ക് ചിന്ത വരും. കാരണം അതുപോലെയാണ് ഒരായുസ് മുഴുവൻ. അപ്പം ഞാൻ ഇവിടെ ചോദിച്ചു, ഞാനിങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഈ ചേച്ചി പറഞ്ഞൊരു ഉത്തരവുണ്ട്, അച്ചോ, മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ടാകാം ഒരു വലിയ അനുഗ്രഹമുള്ളത്, പുള്ളി എഴുന്നേൽക്കുന്നത് എല്ലാ ദിവസവും ഒരു 7:30-7:45 ഞങ്ങളുടെ പള്ളിയിലെ രാവിലത്തെ കുർബാന 5:30. അച്ചോ, ഈ കുർബാനയിൽ ഞാൻ ചെല്ലും. ഞാൻ ഈ കുർബാന ചെല്ലുമ്പോൾ ഈ കുർബാന എൻ്റെ ഉള്ളിൽ വരും. പിന്നെ അറിയില്ല അച്ചോ, എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന്, എങ്ങനെയായി കഴിഞ്ഞ ഇത്രയും വർഷം ഞാൻ നിന്നതെന്ന് എനിക്കറിയില്ല. ഈ കുർബാനയാണച്ചോ എല്ലാത്തിനും അടിസ്ഥാനം. ഈ കുർബാനയാണച്ചോ
എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞ് ഈ കുടുംബനാഥൻ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ചിന്തിച്ചു, ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയായിരുന്നു, 18 വർഷം മുമ്പ് ഈ മനുഷ്യൻ തളർന്നു പോകുമ്പോൾ ഏതൊരു പുരുഷനും ഇഷ്ടപ്പെടാവുന്ന സൗന്ദര്യമുള്ള ആ സ്ത്രീ, ഒരു രണ്ടാമത്തെ വിവാഹത്തിന് ശ്രമിച്ചാൽ ഈസിയായിട്ട് നടക്കാവുന്ന സ്ത്രീ, കഴിഞ്ഞ 18 വർഷം ബലിയല്ല നടന്നത് ആ കുടുംബത്തിൽ. ആ കുടുംബത്തിൻ്റെ അകത്തുള്ള ഞാൻ പറയാം, ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 15 വർഷം ഞാൻ ജീവിച്ചത് ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിലാണ്. എന്നാൽ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെയും ഉള്ളിൽ കിട്ടാത്ത അഭിഷേകം ആ വീടിൻ്റെ അകത്തളങ്ങളിലുണ്ട്. അവൻ പറഞ്ഞു ഞാനുണ്ടാകും കൂടെ എന്ന് പറഞ്ഞത് വെറുതെയൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനേകം കുടുംബങ്ങൾ ബലിയാകുന്നുണ്ട്, അനേകം ജീവിതങ്ങൾ ബലിയാകുന്നുണ്ട്, അനേകം ഇടങ്ങളിൽ ബലി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, നീ ഇപ്പോൾ ഒരു രോഗത്തിലാണ്, ഒരു വേദനയിലാണെങ്കിൽ ദൈവം നീ ചോദിക്കും, ദൈവമേ, ഇത്രയും നാൾ നിന്നെ വിളിച്ച് നിന്നോട് കൂടെ നടന്നിട്ട്, ഇത്രയും നാൾ വിശുദ്ധിയോടെ ജീവിച്ചിട്ട്, ഇത്രയും നാൾ എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചിട്ട്, വൈ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്? ഈ ചോദ്യം പ്രിയപ്പെട്ടവർ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കണം. അവിടെ ഒരുവനുണ്ട്, അവസാന തുള്ളി വരെ രക്തം ചിന്തിയവൻ. അവിടെ ഒരുവനുണ്ട് നമുക്ക് വേണ്ടി മുറിയപ്പെട്ടവൻ. അവിടെ ഒരുവനുണ്ട് നമുക്ക് വേണ്ടി ഇല്ലാതായവൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന ശക്തിയാണ്. അതുകൊണ്ടാണ് കുർബാന കഴിഞ്ഞു, ഇനി കുർബാനയുടെ ജീവിതമാണ്. ലാറ്റിൻ കുർബാനയെ കഴിഞ്ഞപ്പോൾ നമ്മൾ ലാറ്റിൻ കുർബാനയിലൊക്കെ അവസാനം ഈ കുർബാന പൂർത്തിയായി. ഇനി കുർബാന പൂർത്തിയാവുകയല്ല, കുർബാന തുടരുകയാണ് നിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ കുർബാന ബലി തുടരാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ബലിയുടെ ഒരു സാധ്യതയുണ്ട്. ഈ ബലി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈശോ അർപ്പിച്ചതുപോലെ സ്നേഹത്തോടെ വാഴ്ത്തി അത് നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുസ്തകമാണ്. കുർബാനയുടെ മുമ്പിലൊന്ന് നിൽക്ക്, കുർബാനയുടെ മുമ്പിലൊന്ന് കണ്ണടച്ച് നിൽക്ക്. ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം ദൈവകൽപ്പന അനുസരിച്ചിട്ട്, അങ്ങേയറ്റം ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നിട്ട്, അങ്ങേയറ്റം ദൈവസ്നേഹത്തിൽ നിന്നിട്ട്, അങ്ങേയറ്റം മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചിട്ട്, എന്തുകൊണ്ടാണ് ദൈവമേ ഞാൻ ഇതുപോലെ മുറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വേദനിക്കേണ്ടി വരുന്നത്? അവിടെയെല്ലാം അവൻ പറയുന്ന ഉത്തരവുണ്ട്. അവിടെയെല്ലാം നീ ദിവ്യകാരുണ്യമാകുന്നുണ്ട്. അവിടെയെല്ലാം ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ വാഴ്വ് നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒരു ബലിയുടെ പുണ്യമിറങ്ങുന്നുണ്ട്. അവിടെയെല്ലാം ഇതാ ബലിപീഠത്തിലിറങ്ങിയ ദൈവം ഇറങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ കാണാതെ പോകുന്നില്ല ഒരു ബലിയും. ഒരു പക്ഷേ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, ഒരു പക്ഷേ നിൻ്റെ സമർപ്പിത ജീവിതത്തിൽ, ഒരു പക്ഷേ ആവൃത്തിക്കുള്ളിൽ ആരും അറിയപ്പെടാതെ മുറിയപ്പെടുന്ന എത്രയോ പേര്. അതിനർത്ഥം അവർ അറിയപ്പെടാതെ പോകുന്നുള്ളൂ എന്നതല്ല, അവരുടെ വാഴ്വ് സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ലോകം അറിയുന്നില്ല, ഒരു പക്ഷേ സമൂഹം അറിയുന്നില്ല, ഒരു പക്ഷേ ആരും കാണുന്നില്ല. പക്ഷെ എത്രയോ പേര് അടുക്കളയിൽ, എത്രയോ പേര് ആവൃത്തിക്കുള്ളിൽ, എത്രയോ പേര് കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ബലിയാകുന്നുണ്ട്. ഈ ബലിയുടെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ വരണം. ഈ ബലിയാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കളയരുത്. അത് ചിലപ്പോൾ രോഗമായിരിക്കാം, അവഗണനയായിരിക്കാം, ഒറ്റപ്പെടലായിരിക്കാം. ഇവിടെയെല്ലാം ഒരു ബലിയുടെ സാധ്യതയുണ്ട്. അത് ബലിയാക്കുക. പരിശുദ്ധമ്മ കുരിശിൻ്റെ കീഴിൽ നിന്നതുപോലെ നിൽക്കുക. നെഞ്ചിലൂടെ വാൾ കടക്കുമെന്ന് പറയുമ്പോഴും നിൻ്റെ ഹൃദയം, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ഒരാത്മീയത നമ്മൾ സ്വന്തമാക്കുക. അതിനാൽ ബലിയാകുവാനാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിക്കുന്ന വചനം 1 കൊറിന്തോസ് 16 അധ്യായം 14 വചനം. 1 കൊറിന്തോസ് 16 വചനം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ധ്യാനിക്കാം. സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഇതാണ്, സ്നേഹത്തോടെ സകല കാര്യങ്ങളും നിർവഹിക്കുവിൻ. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുക. ഈ ഒരു വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചേ. സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുക. അതാണ് ഏറ്റവും വലിയ സ്നേഹമാണ് ബലി. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പൂർണ്ണതയാണ് ബലി. ഇതിനേക്കാൾ സ്നേഹിക്കാൻ പറ്റില്ല. മുറിഞ്ഞുകൊണ്ട് അവസാനമുള്ള രക്തം വരെ ചിന്തിക്കൊണ്ട്, അതാണ് സ്നേഹം. ഇതാ ഈ നിമിഷം നമ്മൾ ഇങ്ങനെയെന്ന് പറഞ്ഞേ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഇത് യേശുവിനോട് പറയുക.
നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത ജീവിതത്തിൽ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവാൻ ഈ വചന അഭിഷേകമായിട്ട് മാറുന്ന സകല കാര്യങ്ങളും, നിങ്ങളുടെ സകല കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നു അല്ലേ, ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നു, ഒരു വീട്ടിൽ ഒരു ജോലി ചെയ്യുന്നു, ഒരു ഫ്ലോറ് ക്ലീൻ ചെയ്യുന്നു, തിണ്ണ തുടയ്ക്കുന്നു, അല്ലെങ്കിൽ ഏത് കാര്യം സ്നേഹത്തോടെ നിർവഹിക്കുക. നിങ്ങളുടെ ഏത് കാര്യവും സ്നേഹത്തോടെ നിർവഹിക്കുക. ഒരുപാട് അഭിഷേകം കടന്നു വരുന്നൊരു കാര്യമാണ്. സ്നേഹം ദൈവമാണ്, സ്നേഹം ബലിയാണ്. ആ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതിനാൽ ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഞാൻ എന്ത് ജോലി ചെയ്യുന്നു എന്നതല്ല, ഞാൻ എന്ത് ചെയ്യുന്നു എന്നതല്ല, ഞാൻ രോഗിയായിരിക്കാം, ഞാൻ ഒരു പക്ഷേ ഒരു വേദനയിലായിരിക്കാം. ഇത് സ്നേഹത്തോടെ ചെയ്യും. ഈ രോഗം സ്നേഹത്തോടെ സ്വീകരിക്കുക, സ്നേഹത്തോടെ നിർവഹിക്കുക. അവിടെയെല്ലാം ബലി ഈ ജീവിതം നടക്കുന്നുണ്ട്. അതിനാൽ ആ കൃപ ലഭിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യത്തിൽ നമ്മെ ചേർത്ത് വയ്ക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം, കൃപ നമ്മൾ ഓരോരുത്തരിലും നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ പൂർണ്ണമായി ഉയർത്തി ഈ മണിക്കൂറിൻ്റെ അഭിഷേകം നമ്മിലേക്ക് നിറയട്ടെ. ഈശോയെ, ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന സകല മക്കളുടെയും മേൽ യേശുവേ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൂക്കാ 6:19 അവൻ ഇറങ്ങി അവരുടെ മധ്യത്തിൽ നിന്നു, അവരെല്ലാവരും അവനെ തൊടുവാൻ ആഗ്രഹിച്ചു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈശോയെ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ നിമിഷം ആരെല്ലാം വിശുദ്ധ കുർബാനയിൽ മുമ്പിൽ നിൽക്കുന്നുവോ അവരുടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഇത് അങ്ങയുടെ വചനം, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവരുടെ മധ്യേ വന്നവരെ അനുഗ്രഹിക്കും. ഈ
ഈ വാഗ്ദാനം ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനേകം കുടുംബങ്ങൾ യേശുവിൻ്റെ സാന്നിധ്യത്താൽ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങൾ യേശുവിൻ്റെ വചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവെ, തിരുരക്തം കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും കഴുകി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവകൃപയാൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാൽ നിറഞ്ഞിടട്ടെ യേശുവേ, ദൈവകൃപയാൽ നിറഞ്ഞിടട്ടെ. യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കൃപയാൽ നിറഞ്ഞിടട്ടെ, ദൈവകൃപയാൽ നിറഞ്ഞിടട്ടെ. കൃപയാൽ നിറഞ്ഞിടട്ടെ, ദൈവകൃപയാൽ നിറഞ്ഞിടട്ടെ. ഈശോയെ, ഏറ്റവും സ്നേഹത്തോടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. രോഗികളെ ചേർത്ത് വയ്ക്കുന്നു. പല വേദനകളിലൂടെ കടന്നു പോകുന്നവരെ ചേർത്ത് വയ്ക്കുന്നു. യേശുവേ, വിശുദ്ധ വാരത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായ നിമിഷങ്ങളെ ഞങ്ങൾ സമീപിക്കുമ്പോൾ യേശുവേ, ഞങ്ങളിലുള്ള എല്ലാ കുറവുകളെയും വിശുദ്ധീകരിക്കണമേ. യേശുവേ, ഞങ്ങളിലുള്ള വെറുപ്പ് മാറ്റി ആരോടെല്ലാം വെറുപ്പുണ്ടോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണേ. നമുക്ക് പൂർണ്ണമായും സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും, ദൂരങ്ങളിലായിരിക്കുന്നവരെ, പഠിക്കാൻ ജോലിക്ക് ഒക്കെ പോയിരിക്കുന്നവരെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതാ ഓരോ കുടുംബങ്ങളെയും ഈശോയെ സമർപ്പിക്കുന്നു. ഓരോ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരായിരിക്കുന്ന സാഹചര്യങ്ങളെയും സമർപ്പിച്ച് അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി, വിടുതൽ വ്യാപരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇപ്പോൾ നിൻ്റെ മഹത്വം ഇറങ്ങട്ടെ, ഇപ്പോൾ നിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ, തിന്മയുടെ ശക്തികൾ നിർവീര്യമാകട്ടെ. യേശുവേ, ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ ആത്മാവിനാൽ, യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. യേശുവേ, നിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി പരിശുദ്ധാത്മ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ നിമിഷം എല്ലാവിധ അന്ധകാര ശക്തികളും തിന്മയുടെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. യേശുവിൻ്റെ ബലിയുടെ അനന്തയോഗ്യതയാൽ നിർവീര്യമാകാൻ പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ബന്ധനം തകരട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ബന്ധനം തകരട്ടെ. യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ നൽകിടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ നൽകിടട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ബന്ധനം തകരട്ടെ. യേശുവിൻ്റെ രക്തത്താൽ ബന്ധനം തകരട്ടെ. ഈശോ പഠിപ്പിച്ചു, നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന എൻ്റെ ശരീരം. ഈശോ പഠിപ്പിച്ചു, ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷാകര ചരിത്രം അത് ബലിയുടെ ചരിത്രം കൂടിയാണ്. രക്ഷാകര ചരിത്രം ബലിയുടെ ചരിത്രം കൂടിയാണ്.
അബ്രാഹത്തിൻ്റെ ബലി, നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നവനെ, നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ ആ ബലിയർപ്പിക്കാൻ പോകുന്ന അബ്രാഹം നമ്മുടെ മനസ്സിലുണ്ട്. ബലിയർപ്പിക്കാൻ പോകുന്ന അബ്രാഹത്തോട് മകൻ ചോദിക്കുന്നൊരു ചോദ്യം, മോറിയ മല കയറുമ്പോൾ ആ ചോദ്യം പ്രസക്തമാണ്. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, ബലി ചെയ്യാനുള്ള കുഞ്ഞാടെവിടെ? ഉത്തരം ദൈവം തരും, ദൈവം തരും. പ്രിയപ്പെട്ടവരെ, എല്ലാ ബലിയിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ട്. അതിനാൽ ഈശോ മുറിയപ്പെടുകയാ. ഈശോ പറഞ്ഞു ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും. പരിശുദ്ധമ്മ ഒരു ബലിയാവുകയാ. നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത്, ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ ബലിയുടെ ജീവിതം നയിക്കുക. വിശുദ്ധ കുർബാന അതിനുള്ള ശക്തിയാണ്. വിശുദ്ധ കുർബാന അതാ പഠിപ്പിക്കുന്നത്. സ്നേഹം എങ്ങനെ മുറിയപ്പെടും, സ്നേഹം എങ്ങനെയാണെന്ന് ഇതുപോലെ പഠിപ്പിക്കുന്ന ഒരിടമില്ല. എങ്ങനെയായിരിക്കണം സ്നേഹം? ഇതാ മുറിയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ എന്താ ഉള്ളത്, എൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ളത് എന്നാ ഞാൻ ഒരു സുഖം അറിഞ്ഞിട്ടുള്ളത്? ഓർക്കുക, നീ ബലിയായ വ്യക്തിയാണ്. എവിടെയെല്ലാം ബലിയിൽ വേദനയുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിലൊരു ബലി അർപ്പിക്കുമ്പോൾ ആ കുഞ്ഞാടിനെ അറുക്കുന്നു, ആ കാളയെ അറുക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും ആ കാളയുടെ, ആ കുഞ്ഞാടിൻ്റെ, അറക്കപ്പെടുന്ന മൃഗത്തിൻ്റെ വേദന ഒരിക്കലും ബലിയർപ്പകൻ്റെ വേദനയല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു ബലിയർപ്പകനും ബലിവസ്തുവുമായി മാറുന്നു. ബലിയർപ്പകനും ബലിമൃഗവും യേശുവിൽ ഒരുമിക്കുന്നു. ഇതാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ ബലിജീവിതമാണ് ഞാൻ എന്ന കുടുംബനാഥ, ഞാൻ എന്ന ഭാര്യ, ഞാൻ എന്ന അമ്മ ബലിയാകുന്നുണ്ട്. ഞാൻ എന്ന അമ്മ ബലിയാവുകയാണ് എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി. ഞാൻ എൻ്റെ കുടുംബനാഥൻ എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അധ്വാനിക്കുകയാണ്. ഞാൻ എൻ്റെ രക്തം വിയർപ്പാക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ മക്കൾക്ക് വേണ്ടി. അവിടെയെല്ലാം ഒരു ബലിയുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ബലിയുണ്ട്, അവിടെ ഒരു സഹനമുണ്ട്. ഞാൻ ആയിരിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിച്ച് ഞാൻ ത്യാഗം ചെയ്യുമ്പോൾ ബലിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ബലിയാകാനുള്ള കരുത്താണ് വിശുദ്ധ കുർബാന നമുക്ക് പകർന്നു തരുന്നത്. ഞാൻ ബലിയാവുക. നീ എന്ന കുടുംബം, ദാമ്പത്യ ജീവിതത്തിൽ നീ ബലിയാകുന്നുണ്ടോ? എൻ്റെ കുടുംബം ഒരു ബലിവേദിയാണ്. അവിടെ നീ മുറിയപ്പെടുമ്പോൾ നിന്നിലുള്ള മനോഭാവം യേശുവിൻ്റേതാണോ? നമുക്കൊരു നിമിഷം നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഇപ്പോൾ ഒരുപാട് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, ഒരുപാട് ഞാൻ അധ്വാനിച്ചു, പക്ഷേ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഇപ്പോൾ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ നീ അവിടെ ബലിയാകുന്നുണ്ട്. ഞാനൊരു ആയുസ് മുഴുവനും അധ്വാനിച്ചത് ഈ കുടുംബത്തിൻ്റെ, ഈ മക്കളുടെ, ഈ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? നീ ബലിയായ വ്യക്തിയാണ്. ഒരു പക്ഷേ നീ ഒരു വൈദികനാണെങ്കിൽ എത്രയോ ദിനരാത്രങ്ങൾ നീ നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എത്രയോ സ്വപ്നങ്ങളെ മാറ്റിവെച്ച് നീ അവന് വേണ്ടി നിന്നു, നീ ഒരു ജനത്തിന് വേണ്ടി നിന്നു, നീ ഒരു വെളിയിൽ വിശ്വസ്തത കാണിച്ചു. നീ ബലിയായ വ്യക്തിയാണ്. അതിനാൽ ദൈവമേ, ബലിയുടെ ചൈതന്യം ഞങ്ങൾ നിറയ്ക്കണേ. മുറിയപ്പെടുമ്പോൾ ഇല്ലാതാകുമ്പോൾ യേശുവേ, ഞങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ, ഇല്ലാതാകുന്നത്, ബലിയാകുന്നത്, പരാജയപ്പെടുന്നത് യേശുവേ, അത് പരാജയത്തിൻ്റെ അടയാളമല്ല എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ, അതിലും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരു നിമിഷം ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus, we thank you, we praise you, we adore you. Hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന, ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, 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 യേശുവേ. കുരിശോളം
സ്നേഹം യേശുവേ ബലിയായി തീരുന്ന സ്നേഹം യേശുവേ കുരിശോളമെത്തുന്ന സ്നേഹം യേശുവേ ബലിയായി തീരുന്ന സ്നേഹം മുറിയപ്പെടും ദിവ്യ സ്നേഹം ചൂടുചോര ചിന്തുന്ന സ്നേഹം യേശുവേ ആരാധിക്കുന്നു മുറിയപ്പെടും ദിവ്യ സ്നേഹം ആരാധിക്കുന്നു ചുടുചോര ചിന്തുന്ന സ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ യേശുവേ ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഒരു നിമിഷം ഹൃദയത്തോട് കരം ചേർക്കുമ്പോൾ ദൈവമേ, മുറിയപ്പെടാൻ നീ എന്നെ നിർത്തിയ ഇടങ്ങളുണ്ട്. മുറിയപ്പെടാൻ നീ എനിക്ക് തന്ന സാഹചര്യങ്ങളുണ്ട്. മുറിയപ്പെടാൻ നീ എന്നെ ഒരുക്കിയ മണിക്കൂറുകളുണ്ട്. ദൈവമേ, എത്രയോ ഇടങ്ങളാണ് പരാതി പറഞ്ഞുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട്, പഴിചാരിക്കൊണ്ട് ഞാൻ മുറിഞ്ഞത്. നീ എല്ലാ മുറിപ്പാടുകളും നീ പിതാവിൽ നിന്നേറ്റു. നീ നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. ദൈവമേ, രോഗങ്ങളുണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു പോയിട്ടുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ദൈവത്തെ സ്നേഹിച്ചിട്ട് ഈ രോഗം വന്നല്ലോ. ദൈവമേ, അവിടെയെല്ലാം ഞാൻ മുറിയപ്പെടാൻ തയ്യാറാകാതെ നിന്നു. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം സ്നേഹം നിഷേധിക്കപ്പെട്ടപ്പോൾ, മനസ്സിലാക്കപ്പെടാതെ പോയപ്പോൾ ഞാൻ പറഞ്ഞ പരാതി, ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടും ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. യേശുവേ, മുറിയപ്പെടേണ്ട മണിക്കൂറുകളെ പരിഭവത്തിൻ്റെ മണിക്കൂറുകളാക്കി മാറ്റിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത്രയൊക്കെ ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടും, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയൊക്കെ ഞാൻ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടും, ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എനിക്കെതിരെ കുറ്റങ്ങളും ആരോപണങ്ങളുമാണല്ലോ. എന്തിന് ഇങ്ങനെ സ്നേഹിക്കണം? യേശുവേ, എന്നിലും വന്ന ചോദ്യമാണ്. പല ആവർത്തികൾ ഞങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പരാതി പറഞ്ഞുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ബലിജീവിതത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തിയതിന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. യേശുവേ, ഞങ്ങൾക്കുമുണ്ടായിരുന്നു മുറിയേണ്ട, ബലിയാകേണ്ട ചിലയിടങ്ങൾ. ഞങ്ങൾക്കും നീ നൽകി. നിന്നോട് ചേർന്ന് നിൽക്കാൻ, നിന്നോട് അനുരൂപപ്പെടാൻ ചില ബലിയുടെ മണിക്കൂർ ഞങ്ങൾക്കും നീ നൽകിയതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഇന്നലകളിൽ നീ എത്രയോ ഇടങ്ങൾ ഞങ്ങൾക്ക് നൽകി. നിന്നോട് അനുരൂപപ്പെടാൻ, മുറിയപ്പെടാൻ, താഴാൻ, എളിമപ്പെടാൻ എത്രയോ ഇടങ്ങൾ ഞങ്ങൾക്ക് നൽകി യേശുവേ. എന്നാൽ ഞങ്ങൾ അതിനെ സ്വീകരിച്ചതും, ഞങ്ങൾ അതിനെ സമീപിച്ചതും പരാതിപ്പെടുത്തുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട്, ദുഃഖിച്ചുകൊണ്ട്, ശപിച്ചുകൊണ്ടല്ലേ. നീ ഞങ്ങളെ പഠിപ്പിക്കുകയാ എങ്ങനെ ബലിയാകണമെന്ന്. പരാതികളില്ലാതെ പിതാവിനോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേ, ഈ കൃപ ഞങ്ങൾക്ക് തരണേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഒരുപാട് ബലിയുടെ സാധ്യതകളുണ്ട്. ഞങ്ങളുടെ ഇഷ്ടം നടക്കാതെ പോകുന്ന, ഞങ്ങൾ സ്നേഹിച്ചിട്ടും ഞങ്ങളുടെ സ്നേഹം മനസ്സിലാക്കപ്പെടാതെ പോകുന്ന, ഞങ്ങൾ വിശ്വസിച്ചിട്ടും ഞങ്ങൾ ചതിക്കപ്പെടുന്ന, ഞങ്ങൾ ചേർത്ത് പിടിച്ചിട്ടും ഞങ്ങളെ അവഗണിക്കുന്ന ഒരുപാടിടങ്ങൾ അനുഭവിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഈശോയെ, ഒരുപാട് ദുഃഖങ്ങൾ, കുരിശുകൾ ഞങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ,
ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ ഓരോ ദിവസത്തെയും കുരിശുകളുണ്ട്. പക്ഷേ അവിടെയൊന്നും ഒരു ബലിയുടെ ചൈതന്യം ഞങ്ങൾ കൊണ്ടുവരുന്നില്ല. അതെല്ലാം പരിഭവിച്ച്, കുറ്റപ്പെടുത്തി, ശപിച്ച് ഞങ്ങളതിൻ്റെ കൃപ നഷ്ടപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്നലകളിൽ നീ നൽകിയ ബലിയുടെ സാധ്യതകളെ ഞങ്ങൾ കെടുത്തിക്കളഞ്ഞു. ഇന്നലകളിൽ നീ നൽകിയ മുറിയപ്പെടലിൻ്റെ സാധ്യതകളെ ഞങ്ങൾ പരിഭവിച്ചും ശപിച്ചും അതിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. യേശുവേ, നീ എല്ലാം സ്നേഹത്തോടെ ചെയ്തു. നീ ഏറ്റവും ചെറിയ കാര്യം പോലും സ്നേഹത്തിൽ നിന്ന് വന്നു. ആ സ്നേഹത്തിൽ നിന്നാണ് നിൻ്റെ ബലി പോലും വരുന്നത്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് നിൻ്റെ ബലി. യേശുവേ, സ്നേഹമില്ലാത്തതാണ് ബലിയാകാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ബലിയുടെ ജീവിതം വരാത്തതിന് കാരണം സ്നേഹമില്ലാത്തതാണ്. യേശുവേ, നിൻ്റെ ബലിയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണേ. ബലിയാകുന്ന സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണേ. നീ മുറിയപ്പെട്ട് നീ ഒരപ്പമായി ഞങ്ങളുടെ കയ്യിൽ വരുന്നത് ഞങ്ങൾ മുറിയപ്പെടാനാണ്, ഞങ്ങൾ മുറിഞ്ഞു കൊടുക്കാനാണ്, ഞങ്ങൾ മുറിച്ച് നൽകാനാണ്. ഈശോയെ, ഞങ്ങൾ ജീവിതത്തെ വാഴ്ത്തുന്നുണ്ട്, ഞങ്ങൾ ജീവിതത്തെ ഉയർത്തുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ മുറിച്ച് നൽകാതെ പോകുന്നുണ്ട്. ഈശോയെ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, ഞാനായിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ ഈ മുറിച്ചു നൽകലിൻ്റെ കൃപ യേശുവേ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിയുടെ ചൈതന്യം ഞങ്ങളിലേക്ക് ഇറങ്ങാൻ യേശുവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരാതികളില്ലാതെ മുറിയപ്പെടുവാൻ പഠിപ്പിക്കണേ കർത്താവേ. നമുക്ക് അഭിഷേകം നിറയുവാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, കൃപ നൽകണമേ, കൃപ നൽകണമേ. യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. നമുക്ക് ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മൾ സഹിക്കുന്ന ഓരോ മേഖലകളും, നമ്മൾ ഒറ്റപ്പെടലും സഹനവും വേദനയും അനുഭവിക്കുന്ന ഓരോ ഇടങ്ങളും അഭിഷേകത്തിൻ്റെതായിട്ട് മാറട്ടെ. എവിടെയെല്ലാം ഞാൻ വേദനിക്കുന്നുവോ, ഇല്ല, ഇനി പരാതികളില്ലാതെ ഞാൻ സഹിക്കും, ഇനി പരിഭവമില്ലാതെ ഞാൻ സഹിക്കും. യേശുവേ, ഒരു ബലിയുടെ സ്നേഹത്തോടെ സഹിക്കുവാൻ, സ്നേഹത്തോടെ എല്ലാ കുറവുകളെയും സ്വീകരിക്കുവാൻ, സ്നേഹത്തോടെ ബലിയാകുവാൻ പഠിപ്പിക്കണേ. നമുക്ക് നമ്മൾ വേദനിക്കുന്ന, നമ്മൾ നൊമ്പരപ്പെടുന്ന, നമ്മൾ ഒറ്റപ്പെടുന്ന എല്ലാ ഇടങ്ങളെയും ചേർത്ത് വയ്ക്കുക. എൻ്റെ സ്വകാര്യതയിലെ നൊമ്പരങ്ങൾ യേശുവെ ബലിയുടെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവെ പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം 1 കൊറിന്തോസ് 16:14. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനം, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. യേശുവേ, ഈ വചനത്തിൻ്റെ കൃപ ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും, ഞാനെന്ന കുടുംബനാഥൻ, ഞാനെന്ന വീട്ടമ്മ, ഞാനെന്ന മകൻ, ഞാനെന്ന മകൾ, ഞാനെന്ന വിശ്വാസി ചെയ്യുന്ന സകല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. യേശുവേ, ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന സകല കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യാൻ, എല്ലാം സ്നേഹത്തോടെ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. യേശുവേ, സ്നേഹത്തിൻ്റെ കൂദാശയായ ദൈവമേ, ഞങ്ങളിൽ സ്നേഹത്തിൻ്റെ അഭിഷേകം തീർക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നത്
പ്രാർത്ഥിക്കുന്നത്, പഠിക്കുന്നത്, ജോലി ചെയ്യുന്നത്, എന്ത് ചെയ്താലും അത് സ്നേഹത്തോടെ നിർവഹിക്കുവാൻ യേശുവേ കൃപ തരണേ. പ്രാർത്ഥിക്കാൻ, നമുക്ക് ഈ അഭിഷേകം കടന്നു വരട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മുറിയപ്പെടും ദിവ്യ സ്നേഹം, ചുടുചോര ചിന്തുന്ന സ്നേഹം, മുറിയപ്പെടും ദിവ്യ സ്നേഹം, ചുടുചോര ചിന്തുന്ന സ്നേഹം, ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ എന്നെന്നും സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം 1 കൊറിന്തോസ് 16:14. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ.